ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരുപാട് ദിവസമായല്ലേ. അതിന് കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്കും വെക്കേഷൻ, എനിക്കും വെക്കേഷൻ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെല്ലാവരും കുറച്ച് ദിവസത്തേക്ക് ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളെക്കുറിച്ച് എല്ലാം മറന്നിട്ട് നല്ല സമാധാനമായിട്ട് പീസ്ഫുള്ളായിട്ട് ഫാമിലിയുമായിട്ട് അടിച്ചു പൊളിക്കാമെന്ന്. പക്ഷേ ഇപ്പം പുതിയ വർഷം തുടങ്ങിയല്ലോ. ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ പുതിയ വർഷത്തിലെ നിങ്ങൾക്ക് പല പ്ലാൻസ് നിങ്ങൾ ഇട്ടിട്ടുണ്ടാവും അല്ലേ. ചിലർ വീട് കെട്ടണം എന്നായിരിക്കും, ചിലർക്ക് ഇൻറ്റീരിയേഴ്സ് പുതുക്കണം എന്നായിരിക്കും. ഇങ്ങനെ പലർക്കും പല പല പ്ലാൻസ് ഓൾറെഡി നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓഫ് കോഴ്സ് അതുപോലെ തന്നെ എനിക്കും വലിയ വലിയ പ്ലാൻസ് ഉണ്ട് കേട്ടോ ഈ പുതിയ വർഷത്തേക്ക്. എൻ്റെ പ്ലാൻസിൽ ഒന്നാണ് ഈ ചാനൽ ഇനിയും ഇൻഫർമേഷൻ ലോഡഡ് ആയിട്ട് ഈ ചാനൽ ഇരിക്കണം. ആൻഡ് കുറച്ചുകൂടെ ക്വാളിറ്റി, കുറച്ചുകൂടെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ എയിം. ഞാൻ അങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് സുനിത, ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ്. നല്ല നല്ല വീഡിയോസ്, നല്ല ഇൻഫർമേഷൻ പാക്ഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. നിങ്ങളുടെ വാർഡ്രോബിലെ ഒരു തുണി എടുക്കണം എന്നുണ്ടെങ്കിൽ 4 തുണി താഴെ വീഴുന്ന അവസ്ഥയാണോ? പിന്നെ സ്ലൈഡിങ് വാർഡ്രോബ് ആണെങ്കിൽ ചിലവരുടെ വീട്ടിൽ സ്ലൈഡിങ് വാർഡ്രോബ് ഇളകി വീഴാറുണ്ട്. അങ്ങനത്തെ പല ക്ലയൻസും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല, ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞേ പറ്റൂ. അത് പ്രത്യേകിച്ച് ആണുങ്ങളാണ് വന്ന് അത് എന്നോട് പറയുന്നത്. ഐ എം റിയലി സോറി. പക്ഷെ അത് ഇവിടെ പറഞ്ഞേ പറ്റൂ. 3/4 ഓഫ് ദ വാർഡ്രോബ് സ്പേസ് എൻ്റെ വൈഫാണ് ഓക്യുപ്പൈ ചെയ്തിട്ടുള്ളത്. 1/4 ഇച്ചിരി സ്ഥലം മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ എന്ന് വന്ന് പറയുന്നത്. ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും നിങ്ങളുടെ വീട്ടിൻ്റെ വാർഡ്രോബിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ? എന്നാൽ ഈ വീഡിയോ തന്നെയാണ് നിങ്ങളുടെ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. ഹൗ ടു ഡിസൈൻ യുവർ വാർഡ്രോബ്. പോര്. I've been thinking about myself today, thinking how I changed, how I really don't care. അപ്പം വാർഡ്രോബ് ഡിസൈൻ ചെയ്യാനായിട്ട് ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല, പേപ്പറും പേനയും എടുക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. എന്നിട്ട് ലിസ്റ്റ് ചെയ്യുക നിങ്ങളുടെ അടുത്ത് വാർഡ്രോബിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ വാർഡ്രോബിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ സ്റ്റോർ ചെയ്യാനല്ല, സ്റ്റഫ് ചെയ്യാനല്ല, സ്റ്റോർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പേഴ്സണലി എൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ എനിക്കിപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ കാര്യം പറയാം. അപ്പം ഞാൻ പേഴ്സണലി എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് എല്ലാ സാധനങ്ങൾക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്പേസ് വേണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്തത്? സാരീസിനൊരു സ്ഥലം, സാരിയുടെ ബ്ലൗസസിന് വേറൊരു സ്ഥലം, മാത്രമല്ല ജ്വല്ലറി സെപ്പറേറ്റ്, എൻ്റെ സൽവാർ കമ്മീസസ് സെപ്പറേറ്റ് ആയിട്ട് വെക്കും ഞാൻ. ജാക്കറ്റ്സ്, സ്വെറ്റേഴ്സ്, സോക്സ്, നമുക്ക് ഇന്നർ വെയർ ഉണ്ട്. പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ പല പല കാര്യങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ സാരി ആണെങ്കിൽ നമുക്ക് ഇൻസ്കേർട്ട് വേണം, ബ്ലൗസ് വേണം. ഇപ്പോൾ 3 സാധനങ്ങൾ നമുക്ക് അതിനുള്ള സ്പേസ് നമുക്ക് വേണ്ടിയിരിക്കുന്നു. ലിനൻ, അതായത് ബെഡ്ഷീറ്റ്, ക്വിൽറ്റ്, അങ്ങനത്തെ കാര്യങ്ങളും അറ്റ്ലീസ്റ്റ് ഒരു എൻ്റെ ബെഡ്റൂമിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യും. പിന്നെ എനിക്ക് കുറച്ച് ഹാൻഡ് ബാഗ്സ് ഉണ്ട്, ഒരു 3-4 എണ്ണം. അപ്പോൾ അത് വെക്കാനുള്ള സ്പേസും എനിക്ക് വാർഡ്രോബിൽ തന്നെ വേണം എന്നാണ് എൻ്റെ ആഗ്രഹം. മാത്രമല്ല ചെറിയ ചെറിയ ട്രിങ്കറ്റ്സ്, ജ്വല്ലറി, പിന്നെ ഡോക്യുമെൻറ്റ്സ്, അത്യാവശ്യം ഡോക്യുമെൻറ്റ്സ്, എൻ്റെ പാസ്പോർട്ട്, പിന്നെ വേറെ സർട്ടിഫിക്കറ്റ്സ്, ഇതൊക്കെ ഞാൻ വാർഡ്രോബിൻ്റെ അകത്ത് സേഫായിട്ട് സ്റ്റോർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ചില ആൾക്കാർ വാർഡ്രോബിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷൂസ് വരെ സ്റ്റോർ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും ബോട്ടമിൽ ഒരു റാക്ക് പോലെ കൊടുത്തിട്ട് അവിടെ അവരുടെ, അതായത് വളരെ ഫോർമലായിട്ട് അവർ വെറും കാറിലിരുന്ന് പോയി ഏതെങ്കിലും അധികം പൊടിയൊന്നും ഇല്ലാത്ത സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ ഓക്കെ, അതുപോലെയൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പുറത്തെ രാജ്യങ്ങളിലൊക്കെ അവർ വാർഡ്രോബിൽ തന്നെയാണ് പല ഷൂസും ചെരുപ്പും ഒക്കെ അവർ വെച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾ എഴുതി വെക്കുക. അപ്പം വാർഡ്രോബ് നിങ്ങൾ ചോദിക്കും, ഈ വാർഡ്രോബ് ഡിസൈൻ ചെയ്യാനായിട്ട് എന്താണ് വലിയ കാര്യം അല്ലേ? നിങ്ങൾ ചിലരൊക്കെ അതിശയിക്കും, എന്താ ഇത് വാർഡ്രോബിൻ്റെ കാര്യമല്ലല്ലോ, ഇത് വലിയൊരു സംഭവമൊന്നും അല്ലല്ലോ, ഒരു ഷെൽഫ് വെച്ച് കഴിഞ്ഞാൽ അതിൽ തുണിയങ്ങ് മടക്കി വെക്കുകയാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നമ്മൾ ഇൻറ്റീരിയേഴ്സ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മൾ പൈസ ചിലവാക്കുവാണ്. അപ്പം നമ്മളെല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ നമുക്ക് ലൈഫ് കുറേ കൂടെ ഈസിയർ ആവും എന്നുള്ളത് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്തിനാണെന്നറിയാം? ബിക്കോസ് അത്ര ഈസിയാണ് നമ്മുടെ ലൈഫ് വെൻ യു ഓർഗനൈസ് എവറിത്തിങ്. നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണണം കേട്ടോ. ബിക്കോസ് ഞാൻ ലാസ്റ്റിൽ കുറച്ച് ടിപ്സും കൂടി പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ക്ലയൻസിനോട് ചോദിക്കുന്ന 2 കാര്യമാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സ്പേസ് ആണുള്ളത്, എന്നിട്ട് എത്ര ബഡ്ജറ്റാണുള്ളത്. ഇപ്പം ബഡ്ജറ്റ് സ്പേസ് ഇതൊരു വിഷയമേ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് മിണ്ടേ വേണ്ട. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം അല്ലേ. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, വാക്ക് ഇൻ വാർഡ്രോബ് നല്ല വലുതാണ്, അല്ലെങ്കിൽ വലിയൊരു ബെഡ്റൂമിൻ്റെ അകത്തൊരു ഹ്യൂജ് സ്പേസ് ആണ് നമുക്ക് വാർഡ്രോബായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ പിന്നെ ലക്ഷറി തന്നെയാണ്. നമുക്കതിൽ ആൻഡ് ബഡ്ജറ്റും നമുക്ക് അലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, നല്ലൊരു ബഡ്ജറ്റും അലൊക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇപ്പോൾ വിഷയം അതല്ല. ഇപ്പം പല ആൾക്കാർക്കും അങ്ങനെ വലിയ വാർഡ്രോബ് സ്പേസ് ഒന്നും ഉണ്ടാവാറില്ല. അത് എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. എസ്പെഷ്യലി അപ്പാർട്ട്മെന്റ്സിലൊക്കെ ആണെങ്കിൽ ചെറിയ സ്പേസേ നമുക്ക് അവൈലബിൾ ആയിരിക്കുള്ളൂ. അത് മാത്രമല്ല, സ്പേസ് മാത്രമല്ല, ബഡ്ജറ്റും ഒരു വലിയ കൺസ്ട്രെയിൻ്റ് ആയിരിക്കും ഒത്തിരി ആൾക്കാർക്ക്.
ഈ 2 കാര്യങ്ങളും നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും വേണം, അന്ന് സ്പേസ് അധികം ഓക്യുപ്പൈ ചെയ്യാനും പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഡിസൈൻസ് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലേ നല്ലപോലെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്കൊരു ഡീസൻ്റ് ആയിട്ടൊരു ബഡ്ജറ്റ് ഉണ്ട്, ഒരു കണ്ടമാനം സ്പേസും ഇല്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് സ്ലൈഡിങ് ഡോർ വെക്കാനാണ്. ഇപ്പോൾ സ്ലൈഡിങ് ഡോർസ് വാർഡ്രോബിൽ വെക്കുകയാണെങ്കിൽ സ്പേസ് ശരിക്കും സേവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? ഈ ഡോറ് പുറത്തോട്ട് തുറക്കേണ്ട ആവശ്യമില്ല. അപ്പം പുറത്തോട്ട് തുറക്കണമെങ്കിൽ നമുക്കൊരു 2.5 അടി സ്പേസ് എങ്കിലും, 2 അല്ല 3 വേണം, പക്ഷെ 2.5 അടിയെങ്കിലും മിനിമം നമ്മൾ വിട്ടിട്ട് വേണം നമുക്ക് കട്ടിൽ വെക്കാൻ പറ്റുക. അപ്പോൾ കട്ടിലൊരു കിങ് സൈസ് ആണ് വെക്കുന്നതെന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ ഇത് ആകെപ്പാടെ പ്രശ്നമാവത്തില്ലേ? നമുക്കിങ്ങനെ എപ്പോഴും ഒരു ഇൻകൺവീനിയൻസ് നമ്മൾ ഫീൽ ചെയ്യും. പക്ഷെ വേറെ സ്ലൈഡിങ് ആണെങ്കിൽ ഒതുങ്ങി ഇരുന്നോളും, ആൻഡ് അപ്പുറം ഇപ്പുറം സ്ലൈഡ് ചെയ്യുന്നത് കാരണം നമുക്ക് ഡോറ് പുറത്തോട്ട് തുറക്കത്തുമില്ല അല്ലേ? സോ ഫസ്റ്റ് തിങ് സ്ലൈഡിങ് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യും. സ്ലൈഡിങ്ങിൽ ചില ഇഷ്യൂസ് ഉണ്ട്. അതെന്താണ്? നമുക്ക് വാർഡ്രോബ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ സ്ലൈഡിങ് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് മെക്കാനിസം ചൂസ് ചെയ്യണം. ബിക്കോസ് നമുക്ക് ഹെവി ആയിട്ടുള്ള ഡോസ് ആയിരിക്കും അല്ലേ നമ്മുടെ സ്ലൈഡിങ് ഡോസ്. ബിക്കോസ് ഇപ്പോൾ ഒരു 6 ഫീറ്റ് വാർഡ്രോബ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 7 ഫീറ്റ് വാർഡ്രോബിന് നമുക്ക് 2 ഡോർ സ്ലൈഡിങ് കൊടുത്താൽ മതിയായിരിക്കും. പക്ഷേ ഈ 2 ഡോർ സ്ലൈഡിങ് കൊടുക്കുമ്പം ഒരു വലിയ പ്ലൈൻ്റെ ഷീറ്റാണ് നമ്മൾ ലാമിനേറ്റ് ഒട്ടിച്ചോ അല്ലെങ്കിൽ എനി ബോർഡ് ഫോർ ദാറ്റ് മാറ്റർ നല്ല ഹെവി ആയിരിക്കും. ഇപ്പോൾ ഈ ബോർഡിന് നമ്മൾ പ്രോപ്പറായിട്ടുള്ള മെക്കാനിസം കൊടുത്തില്ല എന്ന് വെച്ചാൽ അത് ഡെഫിനറ്റ്ലി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് സ്ക്രീച്ചിങ് സൗണ്ട് വരാം. ഇപ്പോൾ ആ മെക്കാനിസം തന്നെ ലൂസായിട്ട് അത് വീണ് ഒടിഞ്ഞു പോകാം, ആൻഡ് ഡോറ് നമ്മുടെ മേത്തോട്ട് വീഴാം. അങ്ങനെ പല റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്. അപ്പം എൻ്റെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ എന്താണ്? സ്ലൈഡിങ് ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ നല്ല ബ്രാൻഡിൻ്റെ ഒരു മെക്കാനിസം വേണം നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട്. സ്ലൈഡിങ് ഡോറിൽ തന്നെ നമുക്ക് പല മൾട്ടിപ്പിൾ ഡിസൈൻസ് കൊടുക്കാൻ പറ്റും. ചിലത് വിനിയർ വെച്ച് ചെയ്യാം, വിനിയർ ആൻഡ് പ്ലൈ, വിനിയർ വിത്ത് ബ്ലോക്ക് ബോർഡ് ചെയ്യാം. ഗ്ലാസ് സ്ലൈഡിങ് ഓപ്ഷൻസ് ഇപ്പം മാർക്കറ്റിൽ ഇഷ്ടംപോലെ ബ്രാൻഡ്സിലുണ്ട്. അതായത് അരിസ്റ്റോ, പിന്നെ സെർവിറ്റി, പിന്നെ അതല്ലാണ്ട് സെയിൻറ്റ് ഗോബൈൻ തന്നെ അവരുടെ തന്നെ സ്ലൈഡിങ് ഓപ്ഷൻസ് ഇപ്പോൾ ഇഷ്ടംപോലെ വിൽക്കുന്നുണ്ടെന്നാണ് കേട്ടത്. സോ അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. കുറച്ച് കോസ്റ്റ് കൂടും ഇങ്ങനെ ഗ്ലാസ് ഓപ്ഷൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ. പിന്നെ ഫ്ലോർ ടു സീലിംഗ് സ്ലൈഡിങ് ഡോർസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഫ്ലോർ ടു സീലിംഗ് സ്ലൈഡിംഗ് ഡോറിൽ നമുക്ക് മാക്സിമം 9 to 10 ഫീറ്റ് വരെ പോകാം. അത് ഡിപ്പെൻസ് ഓൺ ദ ബ്രാൻഡ്. ഞാൻ പറയും ഒരു അപ് ടു 8.5 to 9 ഫീറ്റ് ഹൈറ്റ് വരെയാണെങ്കിൽ വലിയ കുഴപ്പം വരാണ്ട് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 10 ഫീറ്റിൻ്റെതൊക്കെ നമ്മൾ കറക്റ്റായിട്ടുള്ള മെക്കാനിസം ആൻഡ് കറക്റ്റായിട്ടുള്ള ബ്രാൻഡ് അവർ തന്നെ ഉണ്ടാക്കി അവർ തന്നെ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ബ്രാൻഡ്സ് ആയിരിക്കണം. സോ ദാറ്റ് നിങ്ങൾക്ക് വാറണ്ടി കിട്ടും. ചിലർ ചോദിക്കാറുണ്ട്, ഈ ലോഫ്റ്റിൽ നമ്മൾ പെട്ടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കുമല്ലോ, അപ്പോൾ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഫ്ലോർ ടു സീലിംഗിലാണ് ഡോർ കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ലോഫ്റ്റിലുള്ള എല്ലാ സാധനങ്ങളും കാണത്തില്ലേ എന്ന്. അപ്പോൾ അങ്ങനത്തെവർക്ക് വേണ്ടിയിട്ട് നമ്മൾ 7 ഫീറ്റ് ടു 7.5 ഫീറ്റ് ഹൈറ്റിൽ നമ്മൾ ഡോറ് ക്രിയേറ്റ് ചെയ്ത്, സ്ലൈഡിംഗ് ഡോർ ക്രിയേറ്റ് ചെയ്തിട്ട് മുകളിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ലൈഡിംഗ് ഡോറും വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ ഓപ്പണബിൾ ഡോർസ് വെക്കാം. ബിക്കോസ് അവിടെ വല്ലപ്പോഴെങ്കിലല്ലേ നമുക്ക് തുറക്കേണ്ടത്. അത് മാത്രമല്ല ഈ കട്ടിൽ തട്ടേണ്ട ആ ഒരു പ്രോബ്ലമും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നേരെ മറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീസൻറ്റ് സൈസ് റൂമാണ് ഉള്ളതെങ്കിൽ, ആൻഡ് നിങ്ങൾക്ക് കോസ്റ്റ് കുറച്ചുകൂടി കുറയ്ക്കണം എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ, ഞാൻ പറയും ഗോ ഫോർ എ നോർമൽ ഓപ്പണബിൾ സ്വിംഗ് ഡോർ ഓപ്ഷൻ. നോർമൽ ഓപ്പണബിൾ സ്വിംഗ് ഡോർ എന്ന് വെച്ചാൽ 0 ക്രാക്ക് ഹിഞ്ചസ് ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ നോർമലി ഓപ്പൺ ചെയ്യുന്ന വിധത്തിലാണ് ഇപ്പം മിക്കവാറും പേരുണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്ലൈഡിംഗ് മെക്കാനിസത്തിൻ്റെ കോസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഒഴിവാക്കി കിട്ടും. ബിക്കോസ് സ്ലൈഡിംഗ് മെക്കാനിസം ക്യാൻ കോസ്റ്റ് അപ് ടു ലൈക്ക് സേ 10,000 to 20,000 റേഞ്ചിലുള്ള മെക്കാനിസമാണ്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ആ ഒരു 10K നമുക്ക് കുറയുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അത് കാണാനായിട്ട് നല്ല രസമായിട്ട് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല ഫിനിഷസും നമുക്ക് കൊടുക്കാൻ പറ്റും. ബേസിക് ഫിനിഷ് എന്താണ്? പ്ലൈ വിത്ത് ലാമിനേറ്റ് തന്നെയാണ്. അതിൽ ലാമിനേറ്റിൽ തന്നെ ഇഷ്ടംപോലെ നല്ല ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട്. ഗ്ലോസി ഉണ്ട്, മെറ്റാലിക് ഫിനിഷ് ഉണ്ട്, ഫാബ്രിക് ഫിനിഷ് ഉണ്ട്, അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സട്ടിൽ ഷെയ്ഡ്, സട്ടിൽ കളേഴ്സ് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് എപ്പോഴും ഔട്ട്ഡേറ്റഡ് ആകാണ്ട് നല്ല എലിഗൻ്റ് ആയിട്ടിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്തെ, നിങ്ങൾക്ക് വുഡാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ, കോസ്റ്റ് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വിനിയർ ഫിനിഷ് പ്ലൈയിൽ നിങ്ങൾക്ക് കൊടുക്കാം. ആൻഡ് വിനിയർ ഫിനിഷിൽ നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ചിട്ടുള്ള പോളിഷ്, അതായത് മാറ്റ് ഫിനിഷ് അല്ലെങ്കിൽ സെമി മാറ്റ് ഫിനിഷ് പോളിഷ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ ക്ലാസി ആയിട്ട് എലിഗൻ്റ് ആയിട്ടിരിക്കും കേട്ടോ. അതുമല്ല, നിങ്ങൾക്ക് കുട്ടികളുടെ റൂമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ ഒരു പെർട്ടിക്കുലർ കളറാണ് വേണ്ടെങ്കിൽ, അത് ലാമിനേറ്റിൽ അവൈലബിൾ അല്ല, ഫിനിഷ് കുറേ കൂടെ ബെറ്റർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലാക്കേർഡ് ഫിനിഷിന് പോകാം. ഓർ മെംബ്രെയിൻ ഫിനിഷ് ഇസ് ഓൾസോ വൺ മോർ ഓപ്ഷൻ. എന്ത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ട ഏത് കളർ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ ഗോ ഫോർ ലാക്കേർഡ് ഫിനിഷ്. അതുമല്ലെങ്കിൽ വളരെ ഹൈ ഗ്ലാസ് ഫിനിഷ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും അക്രിലിക് ഫിനിഷിലോട്ട് പോവുക. മിറർ വെച്ചിട്ട് ചെയ്യാറുണ്ട് പലരും, പക്ഷേ ഐ വുഡ് സേ എല്ലായിടത്തും ഇങ്ങനെ മിറർ കൊടുത്താൽ ആകെപ്പാടെ അലമ്പാവുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ.
ഇപ്പം പുതിയൊരു ട്രെൻഡ് വന്നിരിക്കുന്നത് എവിടെ ഇന്റർനെറ്റിൽ കാണുമ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നത് വുഡൻ അല്ലെങ്കിൽ വിനിയറിൽ ഫ്രെയിംസ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ കെയിൻ വെബിംഗ് എന്ന് പറയുന്നത് കെയിനിന്റെ ഇങ്ങനെ കൊരുത്തെടുക്കുന്ന അതായത് വീവ് ചെയ്തെടുക്കുന്ന പോലത്തെ പാറ്റേൺ ഉണ്ടല്ലോ അത് ഇങ്ങനെ ബാക്ക് ചെയ്തിട്ട് രണ്ട് സൈഡും ഗ്ലാസ് വെച്ചിട്ട് അതിനെ ലാമിനേറ്റ് ചെയ്തിട്ട് ഡോസ് ക്രിയേറ്റ് ചെയ്യും. അത് കാണാൻ വളരെ ക്ലാസിയാണ്, പക്ഷെ വളരെ ഓഫ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പം അത് ഞാൻ കാണാറുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, കോസ്റ്റ് ഒരു വിഷയമല്ല എന്നുണ്ടെങ്കിൽ സോളിഡ് വുഡ് ഫിനിഷ് തന്നെ നിങ്ങൾക്ക് പോവാം. എക്സ്ട്രീംലി എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷെ ദാറ്റ്സ് ഓൾസോ വൺ മോർ ഓപ്ഷൻ. ഹോൾ ഇന്റേണൽ ബോക്സസ് ഒക്കെ പ്ലൈ ആൻഡ് ലാമിനേറ്റർ കൊണ്ട് ഉണ്ടാക്കിയിട്ട് വെറും വെളിയിലത്തെ ഷട്ടേഴ്സ് മാത്രം സോളിഡ് വുഡ് ഷട്ടേഴ്സ് ആയിട്ടും കൊടുക്കാം. അടുത്തത് വാർഡ്രോബിന്റെ ഇന്റേണൽ ഫിനിഷും അത് ഉള്ളിൽ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റേണൽ ഫിനിഷ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അകത്ത് പണ്ടത്തെ കാലത്താണെങ്കിൽ നമ്മൾ സ്പ്രേ പെയിന്റ് ചെയ്യും അല്ലെങ്കിൽ വെറുതെ ഹാൻഡ് പെയിന്റ് ഒക്കെ ചെയ്യും. പക്ഷെ ഇപ്പം ആരും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പം മിക്കവാറും എല്ലാവരും തന്നെ ലാമിനേറ്റ് ആണ് ഒട്ടിക്കുന്നത്. അപ്പം ഞാൻ പറയും ലാമിനേറ്റ് ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ വൈ ഷുഡ് വി യൂസ് വൈറ്റ് ലാമിനേറ്റ്? എപ്പോഴും റെപ്പിറ്റേറ്റീവ് ആയിട്ട് വൈറ്റ് ലാമിനേറ്റ് ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. എക്സ്ക്ലൂസീവ് ആയിട്ട് വാർഡ്രോബ്സിന്റെ ഇന്റേണൽ യൂസിന് വേണ്ടിയിട്ട് തന്നെ 0.8 mm തിക്നെസ്സിന്റെ ലാമിനേറ്റ്സ് അവൈലബിൾ ആണ്. അത് അതിൽ ഫാബ്രിക് ഫിനിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ബിക്കോസ് ഇറ്റ്സ് എ വാർഡ്രോബ് ആഫ്റ്റർ ഓൾ. അപ്പം കാണാനായിട്ട് ഒരു ക്ലീൻ നീറ്റ് ലുക്ക് എനിക്ക് കിട്ടും. ആൻഡ് അതിലിപ്പം ഇന്റേണലി നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത് ഒരു ചാലഞ്ചാണ് അല്ലേ? ബിക്കോസ് നമുക്ക് തുണികളാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടെന്നാലും എന്നാൽ സ്പേസ് ചിലപ്പം 6 ഫീറ്റ് 7 ഫീറ്റിന്റെ സ്പേസ് ഒക്കെ കാണത്തുള്ളൂ. അപ്പം ഞാൻ പറയും മിക്കവാറും നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രം നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ വെക്കുക. അതായത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ചില സാരീസ്, ചില ഡ്രസ്സസ്, അതായത് ഡെയിലി വെയർ, ഇതെല്ലാം നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രം 2 പേരാണ് വാർഡ്രോബ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് അവിടെ വെക്കുക. ബാക്കിയുള്ള സാധനങ്ങൾ വേറൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. ഇതൊരിപ്പം വളരെ ചെറിയ സ്പേസ് ആണെങ്കിൽ സ്റ്റോറേജ് ഉള്ള ബെഡുകൾ വേണമെങ്കിൽ ചൂസ് ചെയ്തിട്ട് ക്വിൽറ്റും കാര്യങ്ങളും ഒക്കെ അതിൽ വെക്കാം. അങ്ങനെ കുറച്ച് നമ്മൾ ആലോചിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി വി വിൽ കം അപ്പ് വിത്ത് സം സൊല്യൂഷൻ ഫോർ ദാറ്റ്. അത് മാത്രമല്ല, ഇപ്പം വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിലാണെങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യും ആവശ്യത്തിന് ഡ്രോവേഴ്സ് കൊടുക്കുക. അതായത് വേസ്റ്റ് ലെവലിന് താഴെ നമുക്ക് കൂടിയതും ഡ്രോവേഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് സ്പേസ് നമുക്ക് ചിലപ്പം വേസ്റ്റ് ആയിരിക്കാം, പക്ഷെ ഡെഫിനറ്റ്ലി അത് നമ്മൾ റിഗ്രറ്റ് ചെയ്യത്തേയില്ല. ആൻഡ് കോസ്റ്റും ശകലം മേ ബി ഒരു 10K to 15K നമുക്ക് കൂടിയേക്കാം. നമുക്ക് ഓരോ തുണികളും ഓരോ നെസസറി തിങ്സും ഇങ്ങനെ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള ഏറ്റവും സിമ്പിൾ ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, ഡ്രോവേഴ്സ് ആണ്. ഈ വേസ്റ്റ് ലെവലിന് താഴെ നമ്മൾ കുറച്ച് ഫുൾ ആൻഡ് ഫുൾ ഡ്രോവേഴ്സ് ആയിട്ട് കൊടുക്കുക. ഡിഫറെൻറ്റ് സൈസസിൽ കൊടുക്കുക. അതായത് നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ വെക്കാനായിട്ട് വളരെ ഹൈറ്റുള്ള ഡ്രോവേഴ്സിൻ്റെ ആവശ്യമില്ല, ചെറിയ ഹൈറ്റിൻ്റെ ഡ്രോവേഴ്സേ ആവശ്യമുള്ളൂ. പിന്നെ ഹൈറ്റുള്ള ഡ്രോവേഴ്സ് എവിടെയാണ് ആവശ്യം? നമുക്കിപ്പം ഡ്രസ്സസ് എല്ലാം സ്റ്റാക്ക് ചെയ്ത് വെക്കണം, ഡെയിലി വെയർ എല്ലാം സ്റ്റാക്ക് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അതുപോലത്തെ സാധനങ്ങൾക്കെല്ലാം കുറച്ച് ഹൈറ്റ് കൂട്ടിക്കും. ബഡ്ജറ്റ് ഒരു കൺസ്ട്രെയിൻറ്റ് അല്ല എന്നുണ്ടെങ്കിൽ വാർഡ്രോബ്സിൽ പല പല ഓപ്ഷൻസ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി തന്നെ പല പല ഹാർഡ്വെയർ, പല പല മെക്കാനിസംസ് അവൈലബിൾ ആണ്. ട്രൗസേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഹാങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ട്രൗസർ ഹാങ്കർ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. നിങ്ങളുടെ ഷർട്ട്സ് വളരെ ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അത് ഫുൾ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന വിധത്തിലുള്ള മെക്കാനിസം കിട്ടും. ഷൂസ് സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷൂ റാക്സ് അവൈലബിൾ ആണ് എക്സ്ക്ലൂസീവ്ലി വാർഡ്രോബ്സിന് വേണ്ടി. പിന്നെ സ്വിവൽ മിറേഴ്സ്, അതായത് വെളിയിൽ മിറർ കൊടുക്കണ്ട, പിന്നെ മിറർ വെക്കാനുള്ള വേറെ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ തന്നെ സ്ലൈഡ് ചെയ്ത് അകത്തോട്ട് വെക്കാം. ആൻഡ് പുറത്തോട്ട് അത് വലിച്ച് നമുക്ക്, അതായത് യു ജസ്റ്റ് പുൾ ഇറ്റ് ലൈക്ക് ദിസ് ആൻഡ് ദെൻ യു ഓപ്പൺ ഇറ്റ് ലൈക്ക് ദിസ്. അങ്ങനത്തെ സ്വിവൽ മിറേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ദെൻ അയൺ ബോക്സ്, അത് ഫോൾഡ് ചെയ്ത് അത് അകത്തോട്ട് ഡ്രോവർ പോലെ തന്നെ അകത്തോട്ട് കയറ്റി വെക്കാം. ആവശ്യമുള്ളപ്പോഴത്തേക്ക് എമർജൻസിക്ക് നമ്മൾ അയൺ ചെയ്യാനുള്ള ഫെസിലിറ്റി. പക്ഷെ റിമെമ്പർ, അതിനകത്ത് തന്നെ വാർഡ്രോബ് പണിതെടുക്കുന്ന സമയത്ത് അതിന് അയൺ ബോക്സിന് വേണ്ട പോയിന്റ് കൊടുക്കാൻ മറക്കരുത്. ചിലർ ലോണ്ട്രി ബാസ്ക്കറ്റ് വരെയും വാർഡ്രോബിൻ്റെ അകത്ത് ആവശ്യപ്പെടാറുണ്ട്. ഞാൻ പേപ്പർ പെൻ എടുത്തിട്ട് ഞാൻ എഴുതാൻ പറഞ്ഞില്ലേ, അതിൽ വേറൊരു കാര്യം കൂടി നിങ്ങൾ മറക്കാണ്ട് എഴുതാനുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യാൻ ഇഷ്ടം എന്നുള്ളത്. ഇപ്പം ഉദാഹരണത്തിന് എനിക്ക് സാരീസ് ഒക്കെ വളരെ ലോങ് ആയിട്ട് ഫോൾഡ് ചെയ്യാനുള്ള നെസസിറ്റി ഞാൻ ഫീൽ ചെയ്യുന്നില്ല. ഞാൻ പട്ട് സാരി പോലത്തെ സാധനങ്ങൾ, സിൽക്ക് സാരീസ് പോലത്തതൊക്കെ ഞാൻ ഫോൾഡ് ചെയ്ത് തുണിയിൽ പാക്ക് ചെയ്തിട്ടാണ് വെക്കാറ്. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സാരീസ് കുറച്ചുകൂടെ നീളത്തിൽ ഹാങ് ചെയ്യാനാണോ ആഗ്രഹം? അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സസ് അല്ലെങ്കിൽ ബ്ലേസേഴ്സ് ഉണ്ടായിരിക്കും, അപ്പോൾ അതിങ്ങനെ കറക്റ്റ് ഹൈറ്റ്, അതായത് ഹാങ്കറിൻ്റെ ഹൈറ്റ്, ഹാങ്കർ റോഡ് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ അതിനുള്ള സ്പേസ്, പിന്നെ ഹാങ്കറിൻ്റെ ആ ഒരു ഒരു ഹുക്കിൻ്റെ ഹൈറ്റ്, പിന്നെ ബ്ലേസർ, ഇപ്പോൾ ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ചിട്ടല്ലേ ബ്ലേസർ എല്ലാം വരുന്നത്. അപ്പോൾ അതിനുള്ള അത് ഈ ബ്ലേസറോ അല്ല ഷർട്ടോ പോയി ഇങ്ങനെ ആ ഷെൽഫിൽ ഇങ്ങനെ മടങ്ങി നിൽക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ഹൈറ്റ് എടുത്തിട്ട് എക്സ്ട്രാ ഒരു 1 or 2 inches വിട്ടോളൂ, കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നീറ്റായിട്ട് ക്ലോത്ത്സ് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ സൽവാർ കമീസസ് ഒക്കെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ലെഹങ്ക ചോളി, ഇതൊക്കെ നിങ്ങൾക്ക് ഹാങ് ചെയ്ത് വെക്കാനാണ് ഫുൾ ലെങ്ത്തിലെന്ന് വെച്ചാൽ അതിനുള്ള ഡെഡിക്കേറ്റഡ് സ്പേസ് കൂടി നിങ്ങൾക്ക് വിടേണ്ടി വരും. സോ ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും.
പിന്നെ ഒരു ലോക്കർ, അതായത് ഗോഡ്രേജോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ ഒരു ലോക്കർ മേടിച്ച് അത് പണിതെടുക്കുന്ന ടൈമിൽ തന്നെ അത് ബാക്കിൽ സ്ക്രൂ ചെയ്താണ് നമ്മൾ സാധാരണ പിടിപ്പിക്കുന്നത്. അപ്പോൾ അത് ഓൾറെഡി എനിക്ക് ഒരു ലോക്കർ സ്പേസ് വേണം എന്ന് ആഗ്രഹമുള്ളവർ അത് ഓൾറെഡി പ്ലാൻ ചെയ്ത് അതിനുള്ള ഒരു ഡെഡിക്കേറ്റഡ് സ്പേസും കണ്ടെത്തണം. മോസ്റ്റ്ലി ഒന്നെങ്കിൽ അത് ഏറ്റവും ബോട്ടമിൽ ഷെൽഫിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ, അതായത് നമുക്ക് വളരെ മേളിലാണെങ്കിൽ വല്ലപ്പോഴെങ്കിലും അല്ലേ നമ്മൾ ആക്സസ് ചെയ്തുള്ളൂ. അപ്പം അത് നമുക്ക് വേണമെങ്കിൽ സ്റ്റൂളിട്ട് കയറി ചെയ്യാവുന്നതേ ഉള്ളൂ. 7 feet ഹൈറ്റിൽ അത് ചെയ്തു വെച്ചാലും അത് നല്ല സേഫ് ആയിട്ടിരുന്നോളും. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഓരോ ആൾക്കാർക്കും ഇൻഡിവിജ്വലായിട്ട് പല പല നീഡ്സ് ആണ് ഒരു വാർഡ്രോബിന്ന് നമുക്ക് ആവശ്യം വരുന്നത്. ഞാൻ ഇതിൽ വിചാരിച്ചത് ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാക്കുക, അതായത് ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ മതി എന്നാണ്. ബിക്കോസ് കണ്ടമാനം എലാബറേറ്റ് ആയിട്ട് ഡിസൈൻ വരച്ച് ഒക്കെ കാണിക്കുമ്പോഴത്തേക്ക് അത്രയൊന്നും ഇൻഫർമേഷൻ നമുക്ക് ആർക്കും വേണ്ട. ബിക്കോസ് നിങ്ങൾ ആരെങ്കിലും ഒരു ഇൻറ്റീരിയർ ഡിസൈനറിനെ നിങ്ങൾ ഹയർ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ ഹോംവർക്ക് നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇതിൽ കൂടെ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഡെഫിനറ്റ്ലി ഞാൻ വേറൊരു വീഡിയോ ഇടും വെരിൻ ഐ വിൽ ഷോ യു ഹൗ ഐ വിൽ ക്രിയേറ്റ് എ ഫുൾ വാർഡ്രോബ് സ്പേസ്. ഞാനതിൽ അപ്പം വീഡിയോ തീർക്കുന്നതിന് മുമ്പേ ഞാൻ കുറച്ച് ടിപ്സ് കൂടി പറയട്ടെ കേട്ടോ. ഒന്നെന്ന് പറഞ്ഞാൽ ഈ സ്വിവൽ ഡോർസ് പറഞ്ഞില്ലേ, നോർമൽ ഓപ്പണബിൾ ഡോർസ്, അത് ഐഡിയൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഓരോ ഡോറും ഒരു 1.5 അടി വീതി ഉണ്ടെങ്കിൽ ഗുഡ് ഇനഫ് ആണ്. പിന്നെ ഹൈറ്റിന് ഇപ്പോൾ ഒരു പ്ലൈ എന്ന് പറയുന്നത് മോസ്റ്റ്ലി 8 അടിയുടെ പ്ലൈ ആണ് സാധാരണ കിട്ടുന്നത്. അപ്പോൾ 8 അടിക്ക് മേളിൽ നമുക്കത് കൊടുക്കാനും പറ്റത്തില്ല. ഐഡിയലി ഓരോ ഡോറിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ ഡോറിന്റെ വിഡ്ത്തും 2 feetന് മുകളിൽ വരാതെ നോക്കുക. അതെന്തിനാണ്? ബിക്കോസ് ഡോറിന്റെ വെയിറ്റ് കൂടുന്തോറും നമുക്കത് തുറക്കുമ്പോൾ നമ്മൾ ബാക്കിലോട്ട് പോകണം. മാത്രമല്ല ഹിഞ്ചസ്, നമുക്ക് കണ്ടമാനം ഹിഞ്ചസ് കൊടുക്കണം. അത് ഒരു ലെവലിന് മുകളിൽ ആ വെയിറ്റ് അതിന് താങ്ങാൻ പറ്റത്തില്ല, അത് കൊളാപ്സ് ചെയ്യും. സോ അത് ശ്രദ്ധിക്കണം. സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് അറിയോ? സ്ലൈഡിംഗ് ഡോർസിന്റെ വെയിറ്റിനെ കുറിച്ചാണ്. സ്ലൈഡിംഗ് ഡോർസ് കഴിവതും കുറച്ചുകൂടെ ലൈറ്റർ വെയിറ്റ് ഉള്ള മെറ്റീരിയൽ യൂസ് ചെയ്യാൻ നോക്കുക. പ്ലൈ ഇസ് ഗുഡ് ഇനഫ്. നിങ്ങളിപ്പോൾ MDF HDF ആണെങ്കിൽ പ്ലൈനേക്കാളും കുറച്ചുകൂടെ ഹെവിയർ ആകാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല കേട്ടോ, അത് ചില പ്ലൈ എല്ലാം ബെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം പ്ലൈ ബെൻഡ് ആകാത്ത നല്ല പ്ലൈ നോക്കി വേണം നിങ്ങൾ കാർപ്പൻറ്ററിനെ കൊണ്ട് ചൂസ് ചെയ്യിക്കാനായിട്ട്. കഴിവതും നല്ല ക്വാളിറ്റി പ്ലൈ മേടിക്കുകയാണെങ്കിൽ കണ്ടമാനം ബെൻഡ് വരില്ല. പക്ഷെ പ്ലൈ ബെൻഡ് ആയാൽ അത് ബാഡ് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ബിക്കോസ് ചില ബൈ നേച്ചർ പ്ലൈ ബെൻഡ് ആകാനുള്ള ചെറിയ സാധ്യതയുണ്ട്. പിന്നെ മൂന്നാമത്തെ ടിപ്പ്, സ്ലൈഡിംഗ് മെക്കാനിസം മേടിക്കുമ്പോൾ ഞാൻ ഹാഫ്ലേ എന്നുള്ള ബ്രാൻഡിൽ നിന്നാണ് മേടിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ്. എക്സ്പെൻസീവ് സൈഡാണ്. ഹെഡിച്ചിനേക്കാളും എനിക്ക് ഹാഫ്ലേയുടെ സ്ലൈഡിംഗ് മെക്കാനിസംസ് വളരെ ഇഷ്ടമാണ്. ഇത് നാലാമത്തെ ടിപ്പ് എന്താണെന്നറിയോ? നിങ്ങൾക്കിപ്പോൾ ഒരു വാക്ക് ഇൻ വാർഡ്രോബ് ഉണ്ട്, പിന്നെ അത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്, ബെഡ്റൂമുമായിട്ട് അത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താ, എല്ലാവർക്കും ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ട് ഭയങ്കര എക്സ്പെൻസീവ് സ്ലൈഡിംഗ് ഓപ്ഷൻ ഒന്നും വെക്കാണ്ടിരിക്കുക. സിമ്പിളായിട്ടുള്ള പ്ലൈ, ലാമിനേറ്റ് അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള കാര്യം വയ്ക്കുക. നല്ല ഹാർഡ്വെയർ യൂസ് ചെയ്യുക, സോ ദറ്റ് അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ബിക്കോസ് നമുക്ക് വാർഡ്രോബ്, നമുക്ക് ബെഡ്റൂമിൻ്റെ അകത്താണ് വാർഡ്രോബ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ഫാൻസിയർ ആയിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇത് എപ്പോഴെങ്കിലും നമ്മൾ ജസ്റ്റ് പോയി ഉടുപ്പ് മാറ്റി പുറത്ത് വരുന്ന ഒരു റൂമിലാണ് ഈ വാർഡ്രോബ് ഇരിക്കുന്നതെങ്കിൽ, വാക്ക് ഇൻ ക്ലോസറ്റിനകത്ത് നമ്മൾ ഒരുപാട് ഫാൻസി ആയിട്ട് കണ്ടമാനം എക്സ്പെൻസീവ് ആയിട്ട് ഫിനിഷ് കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്ത ടിപ്പ് എന്താണെന്നറിയോ? സെൻസർ ലൈറ്റ്സ് കൊടുക്കുന്നത്. വാർഡ്രോബ് തുറക്കുമ്പോഴത്തേക്ക് ലൈറ്റ്സ് അകത്തുണ്ടെന്നാണെങ്കിൽ വാട്ട് എ പ്ലെഷർ ഇറ്റ് ഇസ് അല്ലേ. അകത്തുള്ള സാധനങ്ങൾ കാണാം, ഡസ്റ്റ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാം, അപ്പോൾ ക്ലീൻ ചെയ്യാം. അതുകൊണ്ട് ലൈറ്റിംഗ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കുക. കണ്ടമാനം എക്സ്പെൻസീവ് ഒന്നും അല്ല കേട്ടോ. പിന്നെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ബാറ്ററി ഓപ്പറേറ്റഡ് സെൻസർ ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. വളരെ ചെറിയ കാശേ ആകത്തുള്ളൂ അതിനൊക്കെ. ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ ലാസ്റ്റ് ടിപ്പ് പറഞ്ഞേ പറ്റുള്ളൂ. കണ്ടമാനം സാധനങ്ങൾ മേടിക്കരുത്, ആവശ്യമുള്ളത് മാത്രമേ വെക്കാവുള്ളൂ. അതാണ് ഫസ്റ്റ് ഞാൻ പറയേണ്ട കാര്യം. പക്ഷെ എപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതായതുകൊണ്ട് ഞാനത് ടിപ്പായിട്ട് ലാസ്റ്റിൽ എംഫസൈസ് ചെയ്ത് പറയുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കാത്ത സാധനം എപ്പോഴെങ്കിലും നമ്മൾ വണ്ണം വയ്ക്കും, മെലിയും എന്ന് വിചാരിച്ചിട്ട് കണ്ടമാനം വർഷങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കരുത്. അത് നമുക്ക്, ഇഫ് യു ഹാവ് യൂസ്ഡ് ഇറ്റ് ഇനഫ്, അത് നമ്മൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുക, അത് കൊടുത്തേക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഇട്ടിട്ടുള്ള സാധനമാണെങ്കിൽ ജസ്റ്റ് ഗിവ് ഇറ്റ് അവേ. ഡു നോട്ട് കീപ് തിങ്സ് ഇൻ യുവർ വാർഡ്രോബ് ദാറ്റ് യു ഡോണ്ട് വാണ്ട് ഓർ യു ഡോണ്ട് യൂസ്. അതൊരു 6 മാസം തൊട്ട് 1 വർഷം വരെ നമ്മൾ ആ ഡ്രസ്സോ സാരിയോ അത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മോസ്റ്റ് ലൈക്ലി നമ്മൾ ഇനി ഫ്യൂച്ചറിലും ഉപയോഗിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ചും ഡ്രസ്സസിൻ്റെ കാര്യത്തിൽ കേട്ടോ, സൽവാർ കമ്മീസോ ഡ്രസ്സസിൻ്റെ കാര്യത്തിൽ. ഹോർഡ് ചെയ്യുന്ന ഒരു ശീലം നമ്മൾ നിർത്തി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വാർഡ്രോബിലൊക്കെ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ടാവും. എനിക്കും കൂടി ചേർത്താണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുള്ളത്. ആസ് എ പോളിസി ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു ഉടുപ്പ് മേടിക്കുകയാണെങ്കിൽ ഞാൻ പഴയ 2 ഉടുപ്പ് എൻ്റെ വാർഡ്രോബിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സാരീസിൻ്റെ കേസിൽ എനിക്കത് പറ്റാറില്ല. ബിക്കോസ് എൻ്റെ സാരീസ് ഞാൻ വല്ലപ്പോഴെങ്കിലും എടുക്കുന്നത് കൊണ്ട്, പിന്നെ സാരിയിൽ ഇങ്ങനെ വണ്ണം വെക്കാൻ വലിയ ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, എപ്പോൾ വേണമെങ്കിലും എടുക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ സാരീസ് അധികം ഞാൻ ഗിവ് അവേ ചെയ്യാറില്ല. ബാക്കിയുള്ളതൊക്കെ ഞാൻ കഴിവതും കൊടുക്കാറാണ് പതിവ്.
അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും നമ്മൾ കിച്ചണിനെ കുറിച്ചൊക്കെയല്ലേ പറയുന്നത്. സോ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു വാർഡ്രോബ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞേ പറ്റുമെന്ന്. സോ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെയൊക്കെ എൻകറേജ്മെൻറ്റ് കാരണമാണ് എനിക്ക് ഇനിയും നല്ല കണ്ടൻറ്റ് കൊണ്ടുവരാൻ പറ്റുന്നത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.